വചനം 180. കുത്തിബ, നിയമിക്കപ്പെട്ടിരിക്കുന്നു, രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അലൈക്കും, നിങ്ങളുടെ മേൽ. ഇദാ ഹളറ, ആസന്നമായാൽ. അഹദക്കും, നിങ്ങളിൽ ഒരുവന്. അൽ മൗതു, മരണം. ഇൻ തറക്ക, അവൻ വിട്ടുപോകുന്ന പക്ഷം, ബാക്കിയാക്കി പോകുന്ന പക്ഷം. ഖൈറൻ, വല്ല ഗുണവും, നല്ലതിന്. അൽ വസിയ്യത്തു, വസിയ്യത്ത് ചെയ്യൽ, വസ്യത്ത് ചെയ്യൽ, മരണപത്രം. ലിൽ വാലിദൈനി, മാതാപിതാക്കൾക്ക്. വൽ അഖ്റബീന, അടുത്ത ബന്ധുക്കൾക്കും. ബിൽ മഅറൂഫി, ആചാരമനുസരിച്ച്, മര്യാദപ്രകാരം. ഹഖ്ഖൻ, കടമ. അലൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവരുടെ മേൽ, ഭയഭക്തന്മാരുടെ മേൽ. كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين. നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ അവൻ വല്ല ഗുണവും അഥവാ ധനവും വിട്ടുപോകുന്ന പക്ഷം നിങ്ങളുടെ മേൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ആചാരമര്യാദയനുസരിച്ച് വസിയത്ത് ചെയ്യൽ. സൂക്ഷ്മത പാലിക്കുന്നവരുടെ മേൽ ഒരു കടമയത്രേ അത്. വചനം 181. ഫമൻ, എന്നിട്ട് ആരെങ്കിലും, എന്നാൽ ആരെങ്കിലും. ബദ്ദലഹു, അതിനെ മാറ്റിമറിച്ചു, ഭേദഗതി വരുത്തി. ബഅദ, ശേഷം, പിറകെ. മാ സമിഅഹു, അതവൻ കേട്ടതിൻ്റെ. ഫഇന്നമാ ഇസ്മുഹു, എന്നാൽ അതിൻ്റെ കുറ്റം തന്നെ, എന്നാൽ അതിൻ്റെ കുറ്റം മാത്രം. അലല്ലദീന, യാതൊരുവരുടെ മേൽ തന്നെ. യുബദ്ദിലൂനഹു, അവൻ അതിനെ മാറ്റിമറിക്കും. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. സമീഉൻ, കേൾക്കുന്നവനാണ്. അലീമുൻ, അറിയുന്നവനാണ്. فمن بدله بعدما سمعه فإنما إثمه على الذين يبدلونه إن الله سميع عليم. എന്നിട്ട് ആരെങ്കിലും അത് കേട്ടതിനു ശേഷം അതിനെ മാറ്റിമറിച്ചാൽ അതിൻ്റെ കുറ്റം അത് മാറ്റിമറിക്കുന്നവരുടെ മേൽ തന്നെയായിരിക്കും. നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. വചനം 182. ഫമൻ ഖാഫ, എന്നാൽ ആരെങ്കിലും ഭയപ്പെട്ടാൽ. മിമ്മൂസിൻ, വല്ല വസിയത്തുകാരനിൽ നിന്നും, വസിയത്തു ചെയ്യുന്ന ഒരാളിൽ നിന്നും. ജനഫൻ, വല്ല ചായ്വും മറിവും തെറ്റും. ഔ ഇത്മൻ, അല്ലെങ്കിൽ തെറ്റ് പാപം. ഫഅസ്ലഹ, എന്നിട്ട് അവൻ നന്നാക്കി. ബൈനഹും, അവർക്കിടയിൽ. ഫല ഇസ്മ, എന്നാൽ കുറ്റമില്ല. അലൈഹി, അവൻ്റെ മേൽ. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനാണ്. റഹീമുൻ, കരുണാനിധിയാണ്. فمن خاف من موص جنفا أو إثما فأصلح بينهم فلا إثم عليه إن الله غفور رحيم. ഇനി വസിയത്ത് ചെയ്യുന്ന വല്ലവനിൽ നിന്നും ഏതെങ്കിലും ഒരു തെറ്റോ കുറ്റമോ ഉണ്ടായതായി ആരെങ്കിലും ഭയപ്പെട്ടിട്ട് അവരുടെ അഥവാ വസിയത്ത് ചെയ്യപ്പെടുന്നവരുടെ ഇടയിൽ അവൻ നന്നാക്കി തീർത്താൽ അവൻ്റെ മേൽ അതിൽ കുറ്റമില്ല. നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. 180, 181, 182 എന്നീ വചനങ്ങളുടെ വിശദീകരണം. ഖൈറുകൊണ്ട്, ഗുണം അഥവാ നന്മ കൊണ്ട് ഇവിടെ ധനമാണ് വിവക്ഷ. ധനത്തെ ഉദ്ദേശിച്ച് അറബികൾക്കിടയിൽ ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. മലയാള ഭാഷക്കാരായ നമ്മുടെ ഇടയിലും ധനത്തെ ഉദ്ദേശിച്ച് ഗുണം എന്ന് പറയാറുണ്ടല്ലോ. എന്നാൽ നാമമാത്രമായ അല്പം വല്ലതിനെയും ഉദ്ദേശിച്ച് ഈ വാക്ക് ഉപയോഗിക്കാറില്ലെന്നും ഒരു ധനികൻ എന്ന് പറയപ്പെടത്തക്കവണ്ണം കുറച്ചധികം വല്ലതും ഉണ്ടാകുമ്പോഴേ ആ വാക്ക് പറയാറുള്ളൂവെന്നും
അതുകൊണ്ട് എല്ലാവർക്കും ഈ വസിയത്ത് ബാധകമല്ല, അല്പം വകയും കഴിവും ഉള്ളവർക്കേ നിർബന്ധമുള്ളൂ എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. മഅറൂഫ്, മര്യാദ എന്ന വാക്കിൻ്റെ അർത്ഥവും ഉദ്ദേശ്യവും കഴിഞ്ഞ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിൻ്റെ സാരം ഇങ്ങനെ മനസ്സിലാക്കാം. അല്പം ധനം കൈവശമുള്ള ആളുകൾ ആസന്ന മരണരാകുമ്പോൾ, അതായത് മരണം അടുത്തിരിക്കുന്നുവെന്ന് തോന്നിക്കുന്ന രോഗമോ മറ്റോ സംഭവിക്കുമ്പോൾ, തങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത കുടുംബ ബന്ധമുള്ളവർക്കും സാധാരണ നിലക്ക് മര്യാദയായി ഗണിക്കപ്പെടുന്ന തോതിൽ തൻ്റെ ധനത്തിൽ നിന്ന് കൊടുക്കുവാൻ വസിയത്ത് ചെയ്യുന്നത് സത്യവിശ്വാസികളുടെ മേൽ കടമയാകുന്നു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കടമയാണത്. വസിയത്ത് ശരിക്ക് കേട്ട് മനസ്സിലാക്കിയ ശേഷം സാക്ഷികളിലോ വസിയത്ത് പ്രകാരം ധനം ലഭിക്കേണ്ടവരിലോ ആരെങ്കിലും അതിൻ്റെ യഥാരൂപത്തിന് വല്ല വ്യത്യാസവും വരുത്തുന്ന പക്ഷം അതിൻ്റെ കുറ്റം അവർക്കായിരിക്കും. വസിയത്ത് ചെയ്തവന് അതുകൊണ്ട് കുറ്റമൊന്നും ബാധിക്കുവാനില്ല. യഥാർത്ഥ കുറ്റക്കാർ ആരാണെന്നുള്ളത് അള്ളാഹുവിന് നല്ലവണ്ണം അറിയുന്നതാണല്ലോ. ഇനി ഒരാളുടെ വസിയത്തിൽ മര്യാദക്കേടായി വല്ലതും വന്നു പോകുകയോ കുറ്റകരമായ വല്ലതും ഉൾപ്പെടുത്തുകയോ ചെയ്തതായി കണ്ടാൽ അത് മനസ്സിലാക്കിയവർ ആ തെറ്റുകുറ്റം പരിഹരിക്കുമാറ് വസിയത്തിൻ്റെ അവകാശികൾക്കിടയിൽ യോജിപ്പുണ്ടാക്കി നന്നാക്കി വിടുന്നതിന് വിരോധമില്ലതാനും അത് നല്ലതും കൂടിയാണ്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനവും കാരുണ്യവും അവർക്ക് സിദ്ധിച്ചേക്കുന്നതുമാണ്. സൂറത്തുൻ നിസായിൽ അനന്തരാവകാശ നിയമങ്ങൾ സവിശദം വിവരിച്ചുകൊണ്ടുള്ള കൽപ്പനകൾ അവതരിക്കുന്നതിന് മുമ്പ് അവതരിച്ചതാണ് ഈ വചനങ്ങൾ. അനന്തരാവകാശികൾ ആരെല്ലാമാണെന്നും ഓരോരുത്തരുടെയും അവകാശം ഇന്നിന്ന പ്രകാരമാണെന്നും അവിടെ വിവരിച്ചിരിക്കുന്നത് പോലെ വസിയത്തിനെക്കുറിച്ച് ഇവിടെ വിശദമായി വിവരിച്ചിട്ടില്ല. ധനത്തിൻ്റെ എത്ര ഭാഗം വസിയത്ത് ചെയ്യണമെന്നോ ഓരോരുത്തർക്ക് എത്ര വീതം നൽകണമെന്നോ മാതാപിതാക്കൾക്ക് പുറമേ പറഞ്ഞ അടുത്ത ബന്ധുക്കളിൽ ആരൊക്കെ ഉൾപ്പെടുമെന്നോ നിർണയിക്കപ്പെട്ടിട്ടുമില്ല. മര്യാദയനുസരിച്ച് അഥവാ ബിൽ മഅറൂഫ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അനന്തരാവകാശികൾക്കെല്ലാം അനന്തരാവകാശ നിയമപ്രകാരം അവരവരുടെ അവകാശങ്ങൾ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് അനന്തരാവകാശികൾക്ക് മേലിൽ വസിയത്ത് പാടില്ലെന്ന് താഴെ ഉദ്ധരിക്കുന്നത് പോലെയുള്ള ഹദീസുകളിൽ വന്നിട്ടുമുണ്ട്. ഇതെല്ലാം കാരണമായി ഈ വചനങ്ങളിൽ കൽപ്പിക്കപ്പെട്ട വസിയത്തിൻ്റെ വിധിയെപ്പറ്റി പണ്ഡിതന്മാർക്കിടയിൽ ഒന്നിലധികം അഭിപ്രായങ്ങളാണുള്ളത്. അവ ശരിക്കു പരിശോധിക്കുന്ന പക്ഷം ചില വിശദാംശങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതിലെല്ലാം അവ പരസ്പര വിരുദ്ധങ്ങളാകുന്നില്ലെന്നും സാങ്കേതികമായ ചില സമീപനങ്ങളിൽ നിന്നുത്ഭവിച്ചവയാണ് ആ അഭിപ്രായങ്ങളെന്നും കാണാവുന്നതാകുന്നു. അല്ലാഹു അഅലം. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും പ്രധാനപ്പെട്ട പല ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം അനന്തരാവകാശത്തിൻ്റെ ആയത്തുകൾ അവതരിച്ചതോടുകൂടി വസിയത്തിൻ്റെ നിർബന്ധം കാലാഹരണപ്പെട്ടു അഥവാ മൻസൂഖായി പോയിട്ടുണ്ട് എന്നാകുന്നു. മേൽ സൂചിപ്പിച്ച വസ്തുതകൾക്ക് പുറമെ ഇവർക്കുള്ള പ്രധാന തെളിവുകൾ താഴെ കാണുന്നത് പോലെയുള്ള ഹദീസുകളാണ്. ഒന്ന്, ഒരു പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായി അംറു ബിനു ഖാരിജ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു: നിശ്ചയമായും എല്ലാ അനന്തരാവകാശികൾക്കും അവരുടെ അവകാശം അഥവാ ഓഹരി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഒരു അനന്തരാവകാശിക്കും വസിയത്തില്ല. അഹ്മദ്, ഇബ്നു മാജ, ബൈഹഖി, അബൂദാവൂദ്. അല്പം ചില അക്ഷരവ്യത്യാസങ്ങളോടുകൂടിയാണെങ്കിലും ഈ ആശയം വ്യക്തമാക്കുന്ന ഹദീസുകളും മഹാന്മാരിൽ നിന്നുള്ള റിവായത്തുകളും വേറെയും പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസാണെങ്കിൽ ന്യൂനതകളില്ലാത്തതുമാകുന്നു. 2, സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായിരുന്നപ്പോൾ തനിക്ക് കുറെ ധനമുണ്ടെന്നും നേരെ അവകാശിയായി ഒരു മകൾ മാത്രമേ ഉള്ളൂവെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ ധനത്തിൻ്റെ 2/3 വസിയത്തായി നൽകാമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അത് പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നാൽ പകുതി ആകാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചില്ല. എന്നാൽ 1/3 ആകാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു: എന്നാൽ 1/3 തന്നെ ധാരാളമാണ്. തൻ്റെ അനന്തരാവകാശികളെ ജനങ്ങളോട് കൈകാട്ടുന്നവരായി വിട്ടുപോകുന്നതിനേക്കാൾ തനിക്ക് ഉത്തമം അവരെ ധനികരായി വിട്ടുപോകുന്നതാകുന്നു. ഈ സംഭവം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അനന്തരാവകാശ നിയമപ്രകാരം സ്വത്തിന് അവകാശികളായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വസിയത്തിൻ്റെ നിയമം ദുർബലപ്പെട്ടു പോയിട്ടുണ്ടെന്നും അവകാശികളല്ലാതായി തീരുന്ന മാതാപിതാക്കളെയും അടുത്ത കുടുംബങ്ങളെയും സംബന്ധിച്ചിടത്തോളം വസിയത്തിൻ്റെ നിയമം നിലവിലുണ്ടെന്നുമാണ് മറ്റൊരു അഭിപ്രായം.
വിമതസ്ഥരായതുകൊണ്ടോ സ്വത്തുടമയെ വധിച്ചതുകൊണ്ടോ മാതാപിതാക്കൾക്ക് നിയമപ്രകാരം അനന്തരാവകാശം ലഭിക്കാതെ വരാം. കൂടുതൽ അടുത്ത കുടുംബാംഗങ്ങൾ ഉള്ള കാരണത്താൽ അവരെക്കാൾ അകന്ന കുടുംബാംഗങ്ങൾക്കും അവകാശം കിട്ടാതെ വരാം. അതോടുകൂടി അവർ ദരിദ്രരും ജീവിതക്ലേശം അനുഭവിക്കുന്നവരുമായിരിക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും വസ്യത്ത് ചെയ്യേണ്ടതുണ്ടെന്നും അനന്തരാവകാശം ലഭിക്കുന്ന ആർക്കും വസ്യത്ത് നിർബന്ധമില്ലെന്നുമാണ് ഈ അഭിപ്രായക്കാരുടെ പക്ഷം. വസ്യത്തിന്റെ കൽപ്പന ഒരു നിർബന്ധ നിയമമല്ലെന്ന അടിസ്ഥാനത്തിലാണ് ഈ അഭിപ്രായം. അനന്തരാവകാശ നിയമം കൊണ്ട് വസ്യത്തിന്റെ നിയമം ദുർബലപ്പെടുത്തപ്പെടുകയല്ല ചെയ്തിരിക്കുന്നതെന്നും വസ്യത്തിന്റെ നിയമം പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഒരു വിശദീകരണം മാത്രമാണ് അനന്തരാവകാശ നിയമങ്ങളെന്നുമാണ് വേറെ ചിലർ പറയുന്നത്. ഇത് അർത്ഥവത്തായ ഒരു അഭിപ്രായമായി തോന്നുന്നില്ല. മേൽക്കണ്ട അഭിപ്രായങ്ങളും അവയുടെ ഏതാനും തെളിവുകളും ചൂണ്ടിക്കാട്ടിയ ശേഷം ഇബ്നു കസീർ റഹിമഹുല്ല ചെയ്ത ഒരു പ്രസ്താവന ശ്രദ്ധേയമാകുന്നു. അതിങ്ങനെ ഉദ്ധരിക്കാം: വസ്യത്തിന്റെ നിയമം ഒരു നിർബന്ധ നിയമം തന്നെ ആയിരുന്നുവെന്നാണ് ചിലർ പറയുന്നത്. അതുതന്നെയാണ് ആയത്തിന്റെ വാചകങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതും. അപ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ അധികം ആളുകളും ഫുഖഹാക്കളിൽ കാര്യപ്പെട്ടവരായ ആളുകളും പറയുന്നത് പോലെ ഇത് അഥവാ വസ്യത്തിന്റെ ഈ ആയത്ത് അനന്തരാവകാശത്തിന്റെ ആയത്ത് മുഖേന മൻസൂഖായിരിക്കണമെന്ന് അഥവാ കാലഹരണപ്പെട്ടതായിരിക്കണമെന്ന് തീർച്ചപ്പെടുന്നു. കാരണം അനന്തരാവകാശികളായി വരുന്ന മാതാപിതാക്കൾക്കും അടുത്ത കുടുംബങ്ങൾക്കും വസ്യത്ത് ചെയ്യുന്നതിന്റെ നിർബന്ധം ദുർബലപ്പെട്ടു പോയിട്ടുണ്ടെന്ന് ഇജ്മാഅ് അഥവാ പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം ഉള്ളതാകുന്നു. അത്രയുമല്ല, എല്ലാ അനന്തരാവകാശികൾക്കും അവരുടെ അവകാശം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അനന്തരാവകാശിക്കും വസ്യത്തില്ല എന്ന് മേലുദ്ധരിച്ച ഹദീസ് മൂലം അത് വിരോധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അനന്തരാവകാശത്തിന്റെ ആയത്ത് ഒരു സ്വതന്ത്ര നിയമം തന്നെയാകുന്നു. അത് വസ്യത്തിന്റെ വിശദീകരണമല്ല. അനന്തരാവകാശത്തിൽ ഓഹരിയും പങ്കുമുള്ളവർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഒരു നിർബന്ധ വിധിയുമാണത്. അത് മുഖേന വസ്യത്തിന്റെ ഈ വിധി പാടെ നിർത്തൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി അനന്തരാവകാശികളല്ലാത്ത അടുത്ത ബന്ധുക്കളുടെ കാര്യമാണ് ബാക്കിയുള്ളത്. അവർക്ക് സ്വത്തിന്റെ മൂന്നിലൊരു ഭാഗത്തിൽ നിന്ന് വസ്യത്ത് ചെയ്യുന്നത് ഒരു വേണ്ടപ്പെട്ട കാര്യവുമാകുന്നു. ഈ ആയത്തിന്റെ സാരം വ്യാപകമാണെന്നുള്ളതിനു പുറമെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളതും ഇതിന് തെളിവാകുന്നു. അതായത്, ഒരാൾക്ക് വസ്യത്ത് ചെയ്യത്തക്ക വല്ലതും ഉണ്ടെങ്കിൽ അത് തന്റെ അടുക്കൽ എഴുതിവെക്കപ്പെടാതെ 2 രാത്രി കഴിച്ചുകൂട്ടാതിരിക്കൽ അവന്റെ കടമയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത് കേട്ട മുതൽ ഒരു രാത്രി പോലും എൻ്റെ വസ്യത്ത് എൻ്റെ അടുക്കൽ എഴുതിവെക്കപ്പെടാതെ ഉണ്ടായിട്ടില്ല. അടുത്ത ബന്ധുക്കൾക്ക് നന്മയും ഗുണവും ചെയ്തു കൊടുക്കുന്നത് സംബന്ധിച്ച് ആയത്തുകളും ഹദീസുകളും വളരെ അധികമുണ്ട് താനും. ഇബ്നു കസീർ. ഒരാളുടെ ധനം എത്ര കുറച്ചോ അധികമോ ആയിരുന്നാലും അയാളുടെ അവകാശികൾ ആരൊക്കെയാണെന്നും ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് എത്രയാണെന്നും അനന്തരാവകാശ നിയമപ്രകാരം വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്നു. വസ്യത്തും കടവും ഉണ്ടെങ്കിൽ അത് രണ്ടും കഴിച്ച് ബാക്കി മാത്രമേ അവകാശികൾക്ക് ഭാഗിക്കാവൂ എന്നും ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വസ്യത്ത് ആർക്കെല്ലാം എത്ര വീതം വേണമെന്ന് ആയത്തിലും ഹദീസിലും നിർണയിക്കപ്പെട്ടിട്ടുമില്ല. കവിഞ്ഞ പക്ഷം ആകെയുള്ള സ്വത്തിന്റെ 1/3 മാത്രമേ വസ്യത്ത് ചെയ്യാവൂ എന്ന് മുകളിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മേൽ ചൂണ്ടിക്കാട്ടിയ എല്ലാ വസ്തുതകളും തെളിവുകളും പരിശോധിക്കുമ്പോൾ വസ്യത്തിനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. 1. അനന്തരാവകാശ നിയമപ്രകാരം സ്വത്തവകാശം ലഭിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായി വസ്യത്ത് ചെയ്യേണ്ടതില്ല. അത് പാടില്ലാത്തതുമാകുന്നു. 2. സ്വത്തവകാശം കിട്ടുന്നവരിൽ തന്നെ കൂടുതൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമുള്ളവർക്ക് അവരുടെ ആ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് വല്ലതും വസ്യത്ത് ചെയ്യുന്ന പക്ഷം അത് മറ്റുള്ള അവകാശികളുടെ സമ്മതത്തോടുകൂടി ആയിരിക്കേണ്ടതാണ്. ചില ഹദീസുകളിൽ ഇത് വ്യക്തമാക്കപ്പെട്ടിട്ടുമുണ്ട്. 3. സ്വത്തവകാശം ലഭിക്കാത്ത അടുത്ത ബന്ധുക്കൾക്ക് വല്ലതുമൊക്കെ വസ്യത്ത് ചെയ്യൽ എല്ലാവരുടെയും ധാർമ്മികമായ കടമയാകുന്നു. ഈ കടമയെക്കുറിച്ച് നീതിന്യായ കോടതിയിൽ നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാവതല്ലെങ്കിലും ഒഴിച്ചുകൂടാത്ത ഒരു ബാധ്യതയാണത്. സൂക്ഷ്മതയുള്ള ഭയഭക്തന്മാരുടെ മേൽ കടമയാണത്. ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്ന വാക്യത്തിൽ നിന്ന് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാം. 4. ധനത്തിന്റെ തോതും അടുത്ത ബന്ധുക്കളുടെ സ്ഥിതിഗതികളും കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം വസ്യത്ത്. അതിൽ പക്ഷഭേദം വരുത്താതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. വസ്യത്ത് ആചാരമര്യാദയനുസരിച്ച്
അഥവാ ബിൽ മഅറൂഫ് ആയിരിക്കണമല്ലോ. 5. ആകെ സ്വത്തിൻ്റെ 1/3 ഒതുങ്ങി നിൽക്കണം ഉസ്യത്ത്. ഒരു കാരണവശാലും അതിൽ കവിയുവാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. വസ്യത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും വളരെ അധികം പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മുസ്ലിം സമുദായമധ്യേ ഈ വിഷയത്തിൽ വളരെ അലസതയും അവഗണനയുമാണുള്ളത്. വസ്യത്ത് ചെയ്യുന്നവരിൽ പോലും ചിലർ അവകാശികളെ തോൽപ്പിക്കുക മുതലായ ചില ദുരുദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് അത് ചെയ്യുന്നവരും ദുർലഭമല്ല. ഇത്തരം സമ്പ്രദായങ്ങളിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ ഗുണകാംക്ഷികളായി ചമയുകയും യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമങ്ങളെ മാറ്റിമറിക്കുവാൻ യത്നിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചില പിന്തിരിപ്പന്മാർ മുതലെടുത്തു വരുന്നത്. ഒരാളുടെ ജീവിതകാലത്ത് അയാളുടെ ഒരു പുത്രൻ മരണപ്പെട്ടാൽ മറ്റു ജീവിച്ചിരിപ്പുള്ള പുത്രന്മാരെ പോലെ ആ മരണപ്പെട്ട പുത്രന്റെ മക്കൾക്കും അഥവാ സ്വത്തുടമയുടെ നേരെ പുത്രന്മാരുള്ളപ്പോൾ തന്നെ പൗത്രന്മാർക്കും സ്വത്തവകാശം നൽകപ്പെടാത്തത് അനന്തരാവകാശ നിയമത്തിലെ ഒരു അനീതിയാണെന്നും അനാഥരായ ആ പൗത്രരോട് ചെയ്യുന്ന ഒരു അക്രമമാണതെന്നും ഈ നിയമം തിരുത്തേണ്ടതാണെന്നും മറ്റും അവർ ജൽപ്പിക്കുന്നു. ഇസ്ലാമിൻ്റെ പേരിൽ ഈ അപവാദം പുറപ്പെടുവിക്കുന്ന ആ ആളുകൾ ഒരു യഥാർത്ഥം വിസ്മരിച്ചിരിക്കുകയാണ്. ഒരാൾ മരണപ്പെടുമ്പോൾ ജീവിച്ചിരിപ്പുള്ളവരിൽ അയാളുമായി കൂടുതൽ അടുപ്പവും ബന്ധവുമുള്ളവർ ആരാണെന്ന അടിസ്ഥാനത്തിലാണ് അനന്തരാവകാശം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ദാരിദ്ര്യമോ ധനമോ കഴിവോ കഴിവുകേടോ അതിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് വസ്യത്തിലാകട്ടെ അക്കാര്യങ്ങളാണ് പ്രധാനമായും പരിഗണിക്കപ്പെട്ടിരിക്കുന്നതും. അതുകൊണ്ടാണ് ഇന്നിന്നവർക്ക് ഇത്ര വീതം എന്നു കണക്കാക്കാതെ മര്യാദയും സദാചാരവുമനുസരിച്ചായിരിക്കണം വസ്യത്ത് എന്ന് കൽപ്പിച്ചിരിക്കുന്നതും. അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചു തന്ന മുറപ്രകാരം അനന്തരാവകാശ നിയമവും വസ്യത്ത് നിയമവും സമുദായം കൈകാര്യം ചെയ്യാത്തതിൽ നിന്നാണ് ഇത്തരക്കാർക്ക് ഇസ്ലാമിൻ്റെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ ഇടവന്നതും വരുന്നതുമെന്ന് മുസ്ലിം സമുദായം ഓർക്കേണ്ടിയിരിക്കുന്നു.